ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ OTT അപ്ഡേറ്റുകളും അതുകൂടാതെ ഈ ഒരാഴ്ച അതായത് മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 3 സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു തമിഴ് മൂവിയാണ്. കൽവാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. GV പ്രകാശ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ഇന്നലെ ടെൻറ്റുകോട്ട വഴി തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിനിമ അതായത് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ ഇന്ന് മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തതും ഒരു തമിഴ് സിനിമയാണ്, ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ബോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ ആഹ തമിഴിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. ശരിക്കും പറയുന്നത് ഒരു OTT റിലീസല്ല. നമ്മുടെ ടൊവിനോ തോമസും കനിയക്കുറുസിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വഴക്ക് എന്ന മലയാള സിനിമയാണ്. IFKയിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമയായിരുന്നു. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഭയങ്കര വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വഴക്ക് എന്ന സിനിമയെക്കുറിച്ച് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് OTT റിലീസ് ചെയ്യാനോ എന്തിനും പിന്നെ എന്താ പറയുക, സനൽകുമാർ ശശിധരൻ പിന്നെ ടൊവിനോ തോമസിനെതിരെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതായിരിക്കും. അപ്പം ഈ ഒരു സിനിമ ഇന്ന് മുതൽ സനൽകുമാർ ശശിധരൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് റിലീസ് ചെയ്തു പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് വന്നതല്ല, നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. വഴക്കാരൻ്റെ സിനിമയുടെ OTT റിലീസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ 3 സിനിമകളാണ് ഇന്ന് ഇപ്പോൾ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് പിന്നെ ഈ ഒരാഴ്ച, അതായത് ഈ ആഴ്ച 17-ാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ സിനിമ റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. വിദ്യ വാസുല അഹം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഈ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആനിമേഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തെൽമ ദ യൂണിക്കോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിനിമ മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. തലമൈ സെയ്യലാകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തലമൈ സെയ്യലാകം. അപ്പോൾ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക് ഭാഷയിൽ ഈ ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഭരതൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മെയ് മാസം 17-നാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ബസ്റ്റർ ദ നക്സൽ സ്റ്റോറി എന്നാണ് ഈ ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ പേര് വരുന്നത്. ദ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ആ ഒരു മേക്കേഴ്സ് പിന്നെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ബസ്റ്റർ ദ നക്സൽ സ്റ്റോറി എന്ന സിനിമ. C5ലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മെയ് മാസം 17-ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ആനിമേഷൻ സീരീസാണ്. ബാഹുബലി ക്രൗ ഓഫ് ബ്ലഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആനിമേഷൻ സീരീസാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വാർ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ഹിന്ദി ഭാഷയിലാണ് ഈ ഒരു സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി പിന്നെ മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു കൊറിയൻ സീരീസാണ്. ദ 8 ഷോ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സ്ക്വിഡ് ഗെയിം പോലത്തെ ഒരു സീരീസാണ് ദ 8 ഷോ എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസ് കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് മെയ് മാസം 17-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. സറ ഹട്കെ സറ ബച്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമ ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മെയ് മാസം 17-ാം തീയതി ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ ജിയോ സിനിമ വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. ഹോട്ട്സ്പോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആന്തോളജി മൂവിയാണ്. ഈ ഒരു സിനിമ മെയ് മാസം 17-ാം തീയതി ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ആഹ OTT പ്ലാറ്റ്ഫോമിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. മൊത്തം 6 സിനിമകളും ഒരു സീരീസുമാണ് ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നതായിട്ടുള്ളത്. വേറെ സിനിമകൾ പിന്നെ സർപ്രൈസ് ആയിട്ടൊക്കെ ആ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ നോക്കാം. 3 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സിനിമ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റാണ്. ഈ സിനിമ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ
മെയ് മാസം 24-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ളൊരു അപ്ഡേറ്റുകൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ചർച്ചയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ഇതുപോലെ തന്നെ പിന്നെ ജയ് ഗണേഷ് എന്ന മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സി സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസം 24-ാം തീയതിയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് വിശാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു, തമിഴ് സിനിമയായിരുന്നു രത്നം എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം 24-ാം തീയതി ഈ സിനിമ ആമസോൺ പ്രൈം ആയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർപ്രൈസ് റിലീസ് ആവാനാണ് ചാൻസ്. ഇതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടില്ല. 24-ാം തീയതി റിലീസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ മൂന്ന് സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഈ ആഴ്ച മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതുകൂടാതെ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ 3 സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലെയൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഏത് സിനിമകൾ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, കളക്ഷൻ അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട്. എല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏറ്റവും പുതിയ സിനിമകളുടെയൊക്കെ കളക്ഷൻ അപ്ഡേറ്റുകൾ ഒരു ദിവസങ്ങളിലായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.